ഇന്ത്യ ഇതുവരെ ഒപ്പുവെച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ വ്യാപാര കരാറായിരിക്കും ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ UK ഇന്ത്യ വീക്ക് 2026 ക്യാപിറ്റൽ ഫ്രോണ്ടിയേഴ്സ് കോൺഫറൻസിൽ ആഗോള ബിസിനസ് നേതാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രാൻസ് അറ്റ്ലാന്റിക് വ്യാപാരത്തെക്കുറിച്ചുള്ള പ്രധാന അപ്ഡേറ്റുകളും ഗോയൽ പങ്കുവച്ചു. നിർദ്ദിഷ്ട ഇന്ത്യ US വ്യാപാര കരാർ അന്തിമ രൂപത്തിലേക്ക് വളരെ അടുത്താണെന്ന് കൂട്ടിച്ചേർത്തു. 2026 ജൂലൈ 15 മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും അനുബന്ധ ഇരട്ട സംഭാവന കൺവെൻഷനും ആരംഭിക്കാൻ ഇരു രാജ്യങ്ങളും ഒരുങ്ങുന്നതിനിടെയാണ് ഈ പ്രസംഗം. ലണ്ടനിലേക്കുള്ള 3 ദിവസത്തെ സന്ദർശന വേളയിൽ ഗോയൽ UKയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കെയിലുമായി ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. നിയന്ത്രണ പദ്ധതികൾ, അതിർത്തി കടന്നുള്ള കസ്റ്റംസ് ഏകോപനം കാര്യക്ഷമമാക്കൽ, 2030 $120 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം നേടുക എന്ന പങ്കിട്ട ലക്ഷ്യത്തിലേക്ക് മുന്നേറൽ എന്നിവ അവർ ചർച്ച ചെയ്യും. വ്യാപാര ചർച്ചകൾക്കായി ഇന്ത്യ കർക്കശവും എല്ലാത്തിനും അനുയോജ്യമായതുമായ ഒരു ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നില്ലെന്നും ഗോയൽ തന്റെ പ്രസംഗത്തിൽ വിശദീകരിച്ചു. പകരം വ്യാപാര ഇടപാടുകൾ അവയുടെ തനതായ വാണിജ്യ തന്ത്രപരമായ സന്ദർഭങ്ങൾക്കുള്ളിൽ വിലയിരുത്തണം. ഈ നയതന്ത്ര സമീപനത്തെ എടുത്തു കാണിക്കുന്നതിനായി ആഗോള വൻശക്തികളുമായും ചെറിയ വ്യാപാര രാജ്യങ്ങളുമായും ചർച്ചകൾ നടത്തുന്നതിനെ അദ്ദേഹം വേർതിരിച്ചു കാണിച്ചു. ന്യൂസിലാൻഡ് പോലുള്ള ഒരു ചെറിയ സമ്പദ് വ്യവസ്ഥയുമായുള്ള കരാറിന് അതിൻ്റെതായ മൂല്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പരസ്പര വിശ്വാസത്തിൽ കെട്ടിപ്പടുത്ത ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണ് വ്യാപാര ചട്ടക്കൂടെന്ന് അദ്ദേഹം മുൻപ് വിശേഷിപ്പിച്ചു. ഈ അടിത്തറ ഇന്ത്യയെ വികസിത സമ്പദ് വ്യവസ്ഥകളുമായി എതിരാളികളല്ല, പരസ്പര പൂരക പങ്കാളികളായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കരാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോളതലത്തിൽ കെട്ടിപ്പടുത്ത വിശ്വാസത്തിന്റെ ഫലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് ഇന്ത്യയെ വികസിത രാജ്യങ്ങളുമായി വ്യാപാര കരാറുകൾ ചർച്ച ചെയ്യാനും അന്തിമമാക്കാനും പ്രാപ്തമാക്കി. മത്സരാർത്ഥികളായിട്ടല്ല, പരസ്പര പൂരക പങ്കാളികളായി ഈ കരാർ നടപ്പിലാക്കുന്നത് ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയിൽ ഉടനീളം പ്രധാന വഴികൾ തുറക്കും. പ്രത്യേകിച്ചും ചെറുകിട ബിസിനസ്സുകൾ, യുവാക്കൾ, പരമ്പരാഗത മേഖലകൾ എന്നിവയ്ക്ക് ഗുണം ചെയ്യും. ഇന്ത്യയിലെ കർഷകർ, ബിസിനസ്സുകാർ, MSMEകൾ, യുവാക്കൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർക്ക് ധാരാളം അവസരങ്ങളും നേട്ടങ്ങളും നൽകുന്ന ഒരു വിപ്ലവകരമായ FTA ആയിരിക്കും ഇതെന്നും ഗോയൽ കൂട്ടിച്ചേർത്തു. ഇതുവരെ ഒപ്പുവെച്ച എല്ലാ FTAകളിലും ഇന്ത്യ UK FTA ഏറ്റവും വലുതും സമഗ്രവും പ്രധാനപ്പെട്ടതുമാണ്. അന്താരാഷ്ട്ര വാണിജ്യം നേരിടുന്ന വിശാലമായ വെല്ലുവിളികളെ ഗോയൽ അഭിസംബോധന ചെയ്തു. പ്രസക്തി നിലനിർത്തുന്നതിനും വികസ്വര വിപണികളെ സംരക്ഷിക്കുന്നതിനും ആഗോള വ്യാപാര വേദികൾ മാറുന്ന ഭൂരാഷ്ട്രീയവുമായി പൊരുത്തപ്പെടണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നമ്മൾ സന്തുലിതാവസ്ഥയും ക്രമസമാധാനവും പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ലോകം കൂടുതൽ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളെയോ ബഹുരാഷ്ട്ര സംവിധാനങ്ങൾ ഭീഷണിയിലാകുന്നതിനെയോ ഞാൻ കാണുന്നുവെന്നും ഗോയൽ ഫോറത്തിനിടെ പറഞ്ഞു. അതിനാൽ പരസ്പര താൽപര്യമുള്ള മേഖലകൾ ചർച്ച ചെയ്യാൻ ഇന്ത്യ ഗ്ലോബൽ ഫോറം നമ്മളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നത് ഉചിതമാണ്. എല്ലാ നല്ല ഉദ്ദേശങ്ങളുമുള്ള രാജ്യങ്ങളും ബിസിനസ്സുകളും ഈ വെല്ലുവിളിയെ നേരിടേണ്ടി വരുമെന്നും വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.